Hi everyone, this is Binsi from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ആപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് കൊടുക്കുക. എന്നാൽ മാത്രമാണ് റെഗുലറായിട്ട് എല്ലാ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ആദ്യം നമുക്ക് അപ്ഡേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.3 RC റിലീസ് നമുക്ക് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ഈ വരുന്ന 27 ജാനുവരി 27 മൺഡേ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാത്രി 10:00 അപ്ഡേഷൻ വരും എന്നാണ് നമുക്ക് റിപ്പോർട്ട്. സോ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ എല്ലാവരും ഈ പറഞ്ഞ ഡിവൈസുകളും എല്ലാ കാര്യങ്ങളും ബാക്കപ്പ് ചെയ്ത് വെച്ച് ഉറപ്പ് വരുത്തുക. അതേപോലെ iTunes ഉണ്ടെങ്കിൽ iTunes വഴി മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു അപ്ഡേഷൻ്റെ കൂടെ തന്നെ കുറേയധികം അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യും. വാച്ചിനും മാക്കിനും ഹോം പോഡിനും എല്ലാത്തിനും ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ ഇതിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. iOS 18.4 ബീറ്റ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ തേഴ്സ്ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. കാരണം iOS 18.4 ആപ്പിൾ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ EU അഥവാ യൂറോപ്യൻ യൂണിയനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആപ്പിൾ ഇൻ്റലിജൻസിൽ നല്ല രീതിക്കുള്ള റിഫൈൻമെൻറ്റും ആൻഡ് നല്ല രീതിക്കുള്ള ഷേപ്പിങ്ങും ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ സമ്മറിൽ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ EUവിൽ നല്ല പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ നല്ല രീതിക്ക് തന്നെ അത് വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും iOS 18.4 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. EUവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് UK ഗവൺമെൻറ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഡിജിറ്റൽ വാളറ്റ് ID എന്ന ഓപ്ഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ മാത്രം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവരുടെ ഫോണിൽ വാളറ്റ് ആപ്പിൽ കീപ്പ് ചെയ്യാം. അതായത് ഈ പറഞ്ഞ ഡിജിറ്റൽ സെക്യൂരിറ്റി ആയിട്ട് അവർക്ക് കൊണ്ടുനടക്കാം. ആ ഒരു കാർഡ് കാണിച്ച് തന്നെ അവർക്ക് ഒതൻറ്റിക്കേഷൻ ചെയ്യാൻ പറ്റും. സെയിം ആ ഒരു പ്രിൻസിപ്പൾ ഇപ്പോൾ UK ഗവൺമെൻറ്റും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UK പല കൺട്രീസിലാണെങ്കിൽ പല സ്ഥലത്തും ഇനി മുതൽ ഈ പറഞ്ഞ ഡിജിറ്റൽ വാളറ്റ് ID ഇനി വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ UK കൂട്ടുകാർക്കും ഈ പറഞ്ഞ വീഡിയോ നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവും. എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളുണ്ട് അവർക്കറിയാൻ പറ്റും. iPhone 17 എയറിൻ്റെ ആ ഒരു CAD മോഡല് ഇപ്പോൾ ലീക്കാറുണ്ട്. സോ ഈ കാണുന്ന ഈ ഒരു മോഡലിലായിരിക്കും മിക്കവാറും നമ്മുടെ iPhone 17 എയർ വരാനുള്ള ചാൻസ്. ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു മോഡൽ ഇത്രയും നാൾ ആപ്പിൾ കൊണ്ടുവരാത്ത ഒരു സ്പെഷ്യൽ മോഡലാണ്. അല്ലെങ്കിൽ ഇത്രയും നാൾ ആപ്പിൾ കൊണ്ടുവന്ന മോഡലിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ പറഞ്ഞ 17 എയർ എന്ന് പറയുന്നത്. കുറേ കൂട്ടുകാർ പറയുന്നത് സെയിം ഇതേ ഷേപ്പിൽ തന്നെ ആയിരിക്കും പ്രോ സീരീസും വരാൻ പോകുന്നതാണ്. എനിവേ അങ്ങനെ ഒരു ഡിസൈൻ ചേഞ്ച് വരികയാണെങ്കിൽ ഇത്രയും നാൾ ഡിസൈൻ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ മോഡലിൻ്റെയും ആ ഒരു പേര് ദോഷം കൂടെ നമുക്ക് മാറ്റി കിട്ടും. സോ iPhone 17 ഈ ഒരു കൊല്ലം സെപ്റ്റംബറിൽ തന്നെ നമുക്ക് റിലീസ് ആവുന്നതായിരിക്കും. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചധികം ഫണ്ണി ആയിട്ടുള്ള ന്യൂസാണ്. കാരണം സാംസങ്ങിൻ്റെ S25 സീരീസ് ഇപ്പോൾ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റ് അൺപാക്ഡ് എന്ന് പറഞ്ഞ ഇവൻറ്റ് ഞാനും കണ്ടായിരുന്നു. കുറച്ച് നേരം മുമ്പ് ഞാൻ കിടന്നുറങ്ങി. കാരണം അതിൽ വേറെ ഒരു ഫീച്ചേഴ്സും എനിക്ക് പുതുതായിട്ട് ഫീൽ ചെയ്തില്ല. എല്ലാം ഈ പറഞ്ഞ സാംസങ്ങിൻ്റെ ആണ്, ഗാലക്സി A. ഞാൻ ഈ ഒരു ന്യൂസിൽ അത് പറയാനുള്ളൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആക്ടിവിറ്റി. ഈ പറഞ്ഞ ലൈവ് ആക്ടിവിറ്റി ആക്ച്വലി കൊണ്ടുവന്നത് ആപ്പിളാണ്. അതേപോലെ എന്തൊരു ബാറാ ബിവറേജാ അങ്ങനത്തെ പറയുന്ന സംഭവം ഇപ്പോൾ അവർ കൊണ്ടുവന്നുണ്ട്. 1 ബാറാ അങ്ങനെന്തോ ആണ് പറയണത്. ആ ഒരു സെയിം സാധനം, അഥവാ നമുക്ക് ഈ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ മോർണിംഗ് ബ്രീഫിംഗ് ചെയ്യില്ലേ, സെയിം സാധനം അത് ഓൾറെഡി ഐഫോണിലുണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റി വെക്കുക. കാരണം ഓരോ ടെക്നോളജി ആയിട്ട് രണ്ട് കമ്പനീസും അങ്ങോട്ടും ഇങ്ങോട്ടും തൂത്തുവാരി കൈയിട്ട് വാരി തിന്നുന്നുണ്ട്. അതല്ല കുഴപ്പം. ഫീച്ചേഴ്സിൻ്റെ കാര്യമല്ല, ഹാർഡ്വെയറിൻ്റെ കാര്യമല്ല. ഇവിടെ നിങ്ങൾ മോഡലുകൾ ശ്രദ്ധിച്ചോ? ഈ ഓരോ സാംസങ്ങിൻ്റെ പ്രൊഡക്റ്റുകളുടെയും മോഡലുകൾ, ഫീച്ചേഴ്സ് ഞാൻ എവിടെയും പറയുന്നില്ല. ഇപ്പോൾ ഐഫോണിലുള്ള പല ഫീച്ചേഴ്സും ഇപ്പോഴും സാംസങ്ങിൽ വന്നിട്ടില്ല. കാരണം 2022 എൻ്റെ ഓർമ്മ ശരിയാണ്, 2022 സെപ്റ്റംബറിൽ iPhone 14 റിലീസ് ചെയ്യുന്നത്. 2025 2 കൊല്ലം പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് 2022 വെക്കാം. ഈ 2022 തന്നെ ആപ്പിൾ iPhone 14 ക്രാഷ് ഡിറ്റക്ഷൻ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നു. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഈ സാറ്റലൈറ്റ് കണക്ടിവിറ്റി, എമർജൻസി വിയ സാറ്റലൈറ്റ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നു. 2 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം.
ഇപ്പോഴും സാംസങ് അത് കൊണ്ടുവന്നിട്ടില്ല. ഈ പറഞ്ഞ ക്രാഷ് ഡിറ്റക്ഷനോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സാംസങ്ങിൻ്റെ ഈ പറയുന്ന മോഡലിലെങ്കിലും കുറച്ചെങ്കിലും ചേഞ്ച് വരും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അവരുടെ ഈ പറയുന്ന സാംസങ്ങിൻ്റെയും ഗൂഗിളിൻ്റെയും ഒരു AR/VR ഹെഡ്സെറ്റ് വരുന്നുണ്ട്. വിഷൻ പ്രോ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്, വേറൊരു മാറ്റമില്ല. സാംസങ് ഗാലക്സി വാച്ച് ഈവൻ ദോ സ്ട്രാപ്പിൻ്റെ ഓറഞ്ച് കളർ പോലും അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഓപ്ഷൻസ് അവരെടുത്തോട്ടെ, ഫീച്ചേഴ്സ് അവരെടുത്തോട്ടെ, AI ഗാലക്സിയുടെ ബാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് അവരെടുത്തോട്ടെ, അതൊന്നും കുഴപ്പമില്ല. കാരണം സാംസങ് ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ രണ്ടു പേർക്കും ഇൻസ്പയർഡ് ആവുന്ന കുറേ ടെക്നോളജീസ് അവർ എടുക്കുന്നുണ്ട്. ടെക്നോളജീസ് വിട്, ഹാർഡ്വെയറിൽ കൊണ്ടുവന്ന മോഡല്, അതിൽ കൊണ്ടുവന്ന കളറ് അതെങ്കിലും ഒന്ന് മാറ്റാം പ്ലീസ്. കാരണം അവിടെ നിന്ന് കോപ്പി ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്യും, അവിടെ നിന്ന് കോപ്പി ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് സാംസങ് ചെയ്യുന്നത്. വേറൊരു കാര്യങ്ങളും മോഡലിലോ ബാക്കി അല്ലെങ്കിൽ വിഷ്വലി ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഹാർഡ്വെയറിൻ്റെ മോഡലിൻ്റെ കാര്യം മാത്രമാണ്. കട്ട് ആൻഡ് പേസ്റ്റ് കോപ്പി ഇത് തന്നെയാണ്, വേറൊന്നുമില്ല. എൻ്റെ ഇതെൻ്റെ അഭിപ്രായമാണ്. ഇത് ചിലപ്പോൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾക്കും സെയിം അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. കാരണം ഫീച്ചേഴ്സ് അല്ല, ഹാർഡ്വെയറും മോഡലും മാത്രമാണ് ഞാനിതിൽ നോക്കിയതും കമ്പാരിസൺ ചെയ്തു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഇപ്പോഴും ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി കമ്പനിയുടെ തട്ട് താന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഒബ്വിയസ്ലി നോ ഡൗട്ട്സ് ഇൻ ദാറ്റ്. സോ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് അറിഞ്ഞു, അതുപോലെ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ എല്ലാ വീക്കിലിയും നിങ്ങൾക്ക് ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Evin Xavier signing from Evika.